ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയിരിക്കണത് ഞണ്ടാണ് കേട്ടോ. ഇന്നലെ ഈവനിങ് കിട്ടിയതാ. പിന്നെ വെച്ചു, പിന്നെ ആശുപത്രിക്കൊക്കെ പോയി വന്ന് ഇപ്പോഴാണ് നിൽക്കണത്. പിന്നെ ഞണ്ട് ചൂടല്ല വെച്ചിട്ട് ചീര വയ്ക്കുകയാണ്. ചീര നല്ല ചീരയാണ്. അവിടെ റോട്ടിൽ നിന്നായിരുന്നു ചീര. ഹോസ്പിറ്റലിൽ പോയപ്പോഴേ റോട്ടിൽ നിൽക്കുക, ആട് വന്ന് തിന്നും. നല്ല ചീര. അപ്പോൾ ഒന്ന് ചീരത്തോരനും ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. പിന്നെ നമുക്കിന്ന് ലഞ്ചിന് വേണ്ടി ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ മഷ്റൂമാണ്. ഇത് മഷ്റൂം 65 ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് കാണാം കേട്ടോ. ആദ്യം കുറച്ച് ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, ഒരു മസാല തയ്യാറാക്കട്ടെ. കുറച്ച് ഓണിയൻ പൗഡർ, ഒരു സ്പൂണ് മൈദ, മൈദ കുറച്ച് മതി. കുറച്ച് കോൺഫ്ലവർ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അത് കാരണം പുറത്തത്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി പൗഡർ, കുറച്ച് ഗരം മസാല പൗഡർ, കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിട്ടാ, അധികവും. ഇതെല്ലാം കൂടി നല്ല മിക്സ് ചെയ്തിട്ട് മഷ്റൂമിലെ കഴുകി വെച്ചതാ. ശരിക്കും മഷ്റൂം കഴുകാൻ പാടില്ല. ഞാനത് നല്ലതുണ്ടാവും വിചാരിച്ചിട്ട് കുറച്ച് വിനീഗറും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കഴുകിയതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇതിൽ വെള്ളം ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലേ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ഇതിൽ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇടാം കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. എനിക്ക് കറിവേപ്പില ഇല്ല, എപ്പോഴും പഞ്ഞ കറിവേപ്പിലയ്ക്ക്. പിന്നെ ഇത് നല്ല മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇപ്പം നമ്മൾ ഒരു പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. ആദ്യം ഇത് തന്നെ വറുക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. ഇത് ചൂടായി അത് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റ് ഔട്ട്. അത് നല്ല ഇറച്ചി വറുത്തമാരി ഉണ്ടാവും. നല്ല മണം. വെളിച്ചെണ്ണയിലാണ് വറുക്കണം ഞാൻ. കുറേശ്ശെ വറുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. മട്ടനൊക്കെ വറുത്ത് തിന്നണ മാതിരി ഉണ്ട്. നൊയമ്പിലൊക്കെ എല്ലാവർക്കും ഇത് ചെയ്യാം കേട്ടോ. ഇറച്ചിക്കും മീനിനൊക്കെ നൊയമ്പുള്ളവർ ഇത് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്കൊരു സംഭവം തെറ്റി, ഞാൻ പറയാം ഓപ്പണായിട്ട്. ഇത്തിരി ഉപ്പധികമായി. ആദ്യം ഞാൻ ഉപ്പിട്ടപ്പോൾ ഇത്തിരി കുറവായിരുന്നു. അപ്പം ഞാൻ ഇത്തിരി കൂടി ഇട്ടു, അപ്പോൾ ഇത്തിരി അധികമായി. ഒന്നും കുഴപ്പമില്ല, ചോറിനൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കാണിച്ച മാതിരി കാണിക്കണം. വെറുതെ കഴിഞ്ഞ നമുക്ക് ചിക്കനല്ല മഷ്റൂം 65 ഇതിൻ്റെ പേര്. അടിപൊളിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഞണ്ടുണ്ടാക്കാം. നമ്മൾ ഈ മഷ്റൂം വറുത്ത
65 വറുത്ത എണ്ണയിലേക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. ആദ്യം നമ്മൾക്ക് ചുവന്നുള്ളിയാണ് ഇടേണ്ടത് കേട്ടോ. ഞണ്ട് ചൂടാണ്, അപ്പോൾ നമ്മൾ തണുപ്പുള്ള സാധനങ്ങളൊക്കെ ഇടണം. ചുവന്നുള്ളി നല്ല തണുപ്പാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാട്ടോ, ഇതും കൂടി ഇടാം. തേങ്ങാപ്പാലില്ല, തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഇനി അടിപൊളി ടേസ്റ്റിലുണ്ടാക്കാമായിരുന്നു. ഇനി തേങ്ങാപ്പാൽ പിഴിയാനൊന്നും നേരമില്ല. അപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാലില്ലാത്ത ഞണ്ട് കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിരിക്കും. മണം കേട്ടവിടെ നിൽക്കാൻ പറ്റണില്ല. അപ്പം നമുക്ക് പൊടികൾ കുറച്ച് ഇടാം കേട്ടോ. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട്. ഒരു 3/4 സ്പൂണ് മുളക് പൊടി ഇട്ടുണ്ട്. ഇതിന് മധുര ടേസ്റ്റ് അല്ലേ, അപ്പോൾ അത് പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എരിവ് അധികം ഇടാത്തത്. ഇത് വഴറ്റിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. ഒരു 1/4 സ്പൂണ് ഗരം മസാല പൗഡർ മണത്തിന്. നമുക്ക് തക്കാളി ഇങ്ങനൊക്കെ നടക്കും. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ അരപ്പിൻ്റെ അതിന് തിരിച്ച് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് വേവിട്ടത്. അധികം നേരം വേവൊന്നും വേണ്ട, പെട്ടെന്ന് വേവ്. നമുക്ക് ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഉപ്പിടാം, കുറച്ചിടാം. നേരത്തെ മാതിരി അധികം ആക്കണ്ട. മഷ്റൂമിന് ഉപ്പുണ്ടായിരുന്നില്ല ആദ്യം, അപ്പം ഞാൻ ഇത്തിരി ഇട്ടത്. അപ്പോൾ അധികമായി, ആദ്യം ഇട്ടതേ മതിയായിരുന്നു. നല്ല തിളക്കിണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഞണ്ട് ഇടാം. മുറിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ഇടുന്നു മുഴുവനോടെ. പെണ്ണുണ്ട്, 2 ഞണ്ട് പെണ്ണുണ്ട് കണ്ട. അതിൻ്റെ ചെനാന്ന് പറയും, മുട്ട. ഞണ്ടുള്ള പെണ്ണുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കട്ടോ. ഇപ്പം ഞണ്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. പച്ച വെളിച്ചെണ്ണ ആവശ്യമില്ല, എന്നാലും ഒരു മണത്തിന് കറക്റ്റാக വെന്തിട്ടുണ്ട്. നല്ല ഈസിയാണ് പണി കേട്ടോ. ഞണ്ട് നമുക്ക് നല്ല സൂപ്പറാണ് ഞണ്ട്. നല്ല മാംസമുള്ള ഞണ്ട് കേട്ടോ. കണ്ട, നല്ല മാംസമുണ്ട്. അത് പെണ്ണണ്ട് നോക്കി വാങ്ങണം നമ്മൾ. പക്ഷെ ഇതിൽ 2 പെണ്ണണ്ടുള്ള, ബാക്കി ആഞ്ഞണ്ട്. എന്നാലും മാംസമുണ്ട് ഈ സമയത്ത്. എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. മാംസം ഇല്ലാത്ത നേരം അത്, പക്ഷെ അത് മാംസമുണ്ട്. കണ്ട, നല്ല മാംസമുണ്ട്. അപ്പോൾ ഇത് മൂടി വയ്ക്കാം. അടുത്തത് നമുക്ക് ചീരപ്പേരി ഉണ്ടാക്കാം. ചീരത്തോരൻ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കഴുകൊന്നും താളിക്കില്ല കേട്ടോ ചീരത്തോരന്.
പച്ചമുളകും ഉള്ളി സബോള അങ്ങനെയൊക്കെ താളിക്കും. ചീരത്തോരനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അവരാരുടെ ടേസ്റ്റിനാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിനിറ്റ് മൂടിയിരിക്കട്ടെ. എന്തോരം ഉണ്ടായിരുന്നല്ലേ, വാടി കഴിഞ്ഞപ്പോൾ കുറവായി. കുറച്ച് തേങ്ങ ഇട്ട് മിക്സ് ചെയ്യാം. സിമ്പിളാണ് എൻ്റെ ചീരപ്പേരിയല്ല, ചീരത്തോരൻ. കുറേ സാധനങ്ങൾ ഇട്ടിട്ട് വെക്കില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വയ്ക്കുക. പണി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞണ്ട് റോസ്റ്റ്, മഷ്റൂം 65. അടിപൊളി ടേസ്റ്റാട്ടോ. ഇതുമാതിരി ചെയ്ത് നോക്കട്ടെ എല്ലാവരും. ഇതെല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. ചീര പറയേ വേണ്ട. വെറുതെ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് വഴറ്റിയിട്ട് തേങ്ങ ഇട്ട് ഇറക്കി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അടിപൊളി ടേസ്റ്റാണ്. ഇന്ന് ഇത്രയ്ക്കുള്ളൂ. ഇന്ന് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി. എനിക്കിന്നാ ബ്ലഡ് ടെസ്റ്റ് എടുത്തത്. ഞാൻ ഷോർട്ട് ഇട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാനിതൊക്കെ ഉണ്ടാക്കും. കുറേ ഇത് നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഉള്ളിയെല്ലാം തൊലിക്കാണ്ടായിരുന്നു. കുറേ നേരം ഉണ്ടായിരുന്നു. അതിന് തന്നെ പോയി. അപ്പോൾ ഓക്കെ കേട്ടോ. ഇതുള്ള ഇന്നത്തെ ലഞ്ച്. അടിപൊളി ടേസ്റ്റാണ് ഞണ്ട്. അപ്പോൾ ഓക്കെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇന്നത്തെ വിഭവങ്ങളെല്ലാം ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇതുമാതിരി കണ്ടിട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.